അപ്പോഴേ നമുക്കൊരു മന്തി ഉണ്ടാക്കിയാലോ? പക്ഷേ ചിക്കൻ അല്ല കേട്ടോ. എഗ്ഗ് മന്തിയാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. ചിക്കൻ ഇപ്പോൾ ബീഫിനെക്കാളും വില കയറി നിൽക്കുന്ന ഈ സാഹചര്യത്തിൽ നമുക്ക് പെട്ടെന്ന് തട്ടിക്കൂട്ടാനും കുട്ടികൾക്ക് സ്കൂളിൽ കൊടുത്തു വിടാനും പറ്റിയ അടിപൊളി ഒരു എഗ് മന്തിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നേ. അപ്പോഴേ ഇത് എൻ്റെ റെസിപ്പി ആട്ടോ. തെറ്റുണ്ടെങ്കിൽ എല്ലാവരും ക്ഷമിക്കണേ. അപ്പോൾ അതിനായിട്ട് ആദ്യം ഞാൻ റൈസ് ഒന്ന് വേവിച്ചെടുക്കാം കേട്ടോ. വെള്ളത്തിലേക്ക് സ്പൈസസും കുറച്ച് ഉപ്പും ഒക്കെ ഇട്ടിട്ട് നമ്മുടെ ബസുമതി അരിയിട്ട് ഒന്ന് വേവിച്ച് മാറ്റി വയ്ക്കുമ്പോഴത്തേക്കും റൈസ് റെഡി ആയി കഴിഞ്ഞ് ഇനി നമുക്കതിലേക്ക് കുക്കറൊന്ന് അടുപ്പത്ത് വെച്ചിട്ട് കറക്റ്റ് അളവിന് അതിൻ്റെ ഓയിലൊന്ന് ഒഴിച്ച് കൊടുത്തിട്ട് നമുക്കതിലേക്ക് സ്പൈസസ് ഇല്ലേ, അതായത് പെരുംജീരകം, ഗ്രാമ്പൂ, പട്ട ഇത്ര ആയിട്ട് ഇടുന്നത്. അതിൻ്റെ ആ ലീഫ് എൻ്റെ ഇല്ലായിരുന്നേ. അപ്പോൾ അതെല്ലാം കൂടി ഇട്ട് ഒന്ന് ചെറുതായി ചൂടായിട്ട് വരുമ്പോഴത്തേക്കും നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞ് നമ്മുടെ ക്യാപ്സിക്കം ഇട്ട് കൊടുക്കുന്നുണ്ട്. ക്യാപ്സിക്കം ഇട്ട് കൊടുത്തിട്ട് നല്ല രീതിക്ക് അതിൻ്റെ ഒരു പച്ചമണം മാറുന്നവരൊന്ന് സോട്ട് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ യൂസ് ചെയ്യുന്നത് മന്തി മസാല കേട്ടോ. ഒരു 1.5 ടേബിൾ സ്പൂൺ മന്തി മസാല കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. വേറെ മാഗി ക്യൂബ് ഞാൻ ഇട്ട് കൊടുക്കുന്നില്ല. ഈ മസാല മാത്രമേ ഇട്ട് കൊടുക്കുന്നുള്ളൂ. ഇനി അതിൻ്റെ ആ പച്ചമണം മാറുന്ന വരെ നല്ല ഒന്ന് മൂപ്പിച്ചെടുത്തിട്ട് കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ച് നമുക്കൊന്ന് ഗ്രേവി ടൈപ്പ് ആക്കിയെടുക്കാം. അപ്പോൾ അതിന് മുമ്പ് തന്നെ നമ്മളതിലേക്ക് മുട്ട ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി അതൊന്ന് ജസ്റ്റ് ഗ്രേവി പരുവാകുന്ന വരെ ഒന്ന് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ കുറച്ച് നേരം കഴിയുമ്പോഴത്തേക്കും ഇതുപോലെ അതിൽ വെള്ളമൊക്കെ ഒന്ന് ഇറങ്ങി ഇതുപോലെ ഗ്രേവി ആയിട്ടുണ്ടാവുമേ. അത് കഴിഞ്ഞ് അതിലേക്ക് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിട്ടുള്ള ബസുമതി റൈസ് കുറേശ്ശെയായിട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതിൽ കളറൊന്നും ചേർക്കുന്നില്ല കേട്ടോ. അപ്പോൾ കളറിന് പകരം ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് മുളക് പൊടിയും കൂടെ ഒന്ന് വെള്ളത്തിൽ കലക്കിയിട്ട് അതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കുക ചെയ്യുന്നത്. എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് ഞാൻ 2 പച്ചമുളകും കൂടെ ഒന്ന് കുത്തി വെച്ച് കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ആ ഒരു നേരത്തെ കലക്കി വെച്ച ആ ഒരു വെള്ളം അതിൻ്റെ ചുറ്റുമായിട്ടൊന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഒഴിച്ചു കൊടുത്തിട്ട് ഞാൻ സ്മോക്ക് ചെയ്യാനായിട്ട് നമ്മൾ ചിരട്ടയില്ലേ ഒന്ന് പൊട്ടിച്ചിട്ട് ഗ്യാസിൽ ഇട്ട് വെച്ചിട്ട് ആ ഒരു കനൽ എടുത്തിട്ടാണ് ഒന്ന് സ്മോക്ക് ചെയ്ത് കൊടുക്കുന്നത്. ആ കനലിൻ്റെ മുകളിലേക്ക് കുറച്ച് ഓയിലും കൂടെ ഒഴിച്ച് കൊടുക്കുമ്പോഴത്തേക്കും സ്മോക്കായിട്ട് വരുന്നുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമുക്കതിലേക്ക് കുക്കറൊന്ന് അടച്ചു വെച്ച് കൊടുത്തിട്ട് ഒരു 10 മിനിറ്റ്, ഒരു വിസിലൊന്നും അടുപ്പിക്കുന്നില്ല. കാര്യം എൻ്റെ റൈസ് അത്യാവശ്യം വെന്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു 10 മിനിറ്റ് ഒന്ന് ആ ഒരു മേളിലത്തെ ആ ഒരു വിസിൽ മാറ്റി വെച്ചിട്ട് ഒരു 10 മിനിറ്റ് വെച്ച് കഴിഞ്ഞതിന് ശേഷം എടുത്തപ്പോഴത്തേക്ക് നമ്മുടെ എഗ്ഗ് മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈസിയാണ് ശരിക്കും. കടയിലെ പോലത്തെയൊക്കെ മന്തി റൈസ് ആയിട്ടുണ്ടെന്ന് വെച്ചാൽ എനിക്കറിയില്ല. പക്ഷേ നല്ല ടേസ്റ്റുള്ള ഒരു റൈസാണ്. ഏകദേശം ആ ഒരു മന്തി മസാലയുടെയും ആ എഗ്ഗിലൊക്കെ ആ മസാല നല്ല രീതിക്ക് പിടിച്ചിട്ടുണ്ട്. പിന്നെ നമ്മളൊരു മയനൈസ് തൊട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ മയനൈസും മന്തി റൈസും ഒക്കെ ആയിട്ട് നല്ലൊരു പിടി പിടിച്ചിട്ടുണ്ടായിരുന്നേ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ട എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ. താങ്ക് യു.